ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന വിചിത്രവാദവുമായി മുൻ കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ വി മുരളീധരൻ. കേന്ദ്ര പദ്ധതിയാണ്, പക്ഷേ സംസ്ഥാനം അവരെക്കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനമാണ് അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടതെന്നും വി മുരളീധരൻ്റെ വിചിത്രവാദങ്ങൾ. ഇതിൻ്റെ വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സിബി, കോൺഗ്രസിൻ്റെ അതേ പാതയിലാണ് BJPയും നീങ്ങുന്നത്. അത് നേരത്തെ സുരേഷ് ഗോപിയുടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരത്തിൽ പങ്കെടുത്തതിലടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ INTUC അതിനെതിരെ ഒരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസിനെതിരെ യഥാർത്ഥ പ്രതി മോദി സർക്കാരാണെന്ന്. ഇവിടെ കേന്ദ്ര പദ്ധതിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻ പറയുന്നത് അത് അവരെ തൊഴിലാളികളാക്കേണ്ടത് സംസ്ഥാനമാണ് എന്ന വിചിത്രവാദം പറയുന്നത്. അജിംഷാദ്, എന്തായാലും ഇതൊരു കേന്ദ്ര പദ്ധതിയാണെന്ന് വി മുരളീധരൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു വിചിത്രമായ വാദം എന്ന് പറയുന്നത് ഈ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ല, അത് സംസ്ഥാന സർക്കാരാണ്. അതിനൊരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ ആശാവർക്കർമാർക്ക് കൂടുതൽ പണി എടുപ്പിക്കുന്നു, അവരെ കൊണ്ട് കൂടുതൽ ജോലി നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബാധ്യത അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിനാണെന്നുള്ള ഒരു വിചിത്രമായ വാദം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. പക്ഷേ ഇതിനൊരു സാങ്കേതികത്വം, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ എങ്ങനെ സംസ്ഥാന സർക്കാർ ഇവരെ തൊഴിലാളിയായി പ്രഖ്യാപിക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല, കേരളത്തിലെ ആശാവർക്കർമാർ അവർക്ക് കൂടുതൽ പണികളുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ അത്തരത്തിൽ പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നുള്ള വിചിത്രമായ വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ വീണ ജോർജ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ 100 കോടിയോളം കുടിശ്ശിക നൽകാനുണ്ട്, ഇൻസെന്റീവ് കുടിശ്ശിക നൽകാനുണ്ടെന്നല്ലാതിന്റെയും അദ്ദേഹം നിയമസഭയിലടക്കം പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ അദ്ദേഹം പച്ചക്കള്ളമാണെന്നുള്ളൊരു അത്ര ആ ഒരു രീതിയിൽ അദ്ദേഹം അതിനെ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ സംസ്ഥാന സർക്കാരും കേന്ദ്രവുമായിട്ടുള്ള കത്തിടപാടുകൾ പുറത്തുവിട്ടെ. മാത്രമല്ല, കെ രാധാകൃഷ്ണൻ MP അദ്ദേഹം ലോക്സഭയിൽ അങ്ങനെയെങ്കിലും ഒരു നോട്ടീസ് നൽകട്ടെ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വി മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആശാവർക്കർമാരുടെ സമരത്തോട് യാതൊരുവിധ അവരുടെ ആവശ്യങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ സമരത്തോടോ യാതൊരുവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാതെ പൂർണ്ണമായും അവരെ വീണ്ടും അവഹേളിക്കുന്ന അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വി മുരളീധരൻ ദില്ലിയിൽ നടത്തിയത്. അജിംഷാദ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.